മലപ്പുറത്തെ സ്കൂളുകളിൽ അധിക ബാച്ച് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട രണ്ടംഗ കമ്മീഷൻ വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തി. സൗകര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് നൽകാനാണ് സന്ദർശനം. +1 സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ പ്രതീക്ഷയിലാണ്. വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ, മലപ്പുറം RDD ഡോക്ടർ PM അനിൽ എന്നിവരടങ്ങുന്ന രണ്ടംഗ സമിതിയാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തിയത്. ആദ്യ ദിനത്തിൽ തിരൂരങ്ങാടി താലൂക്കിലെ വിവിധ സ്കൂളുകളിലായിരുന്നു സന്ദർശനം. സ്കൂളുകളിലെ സൗകര്യം വിലയിരുത്തി അധിക ബാച്ച് അനുവദിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ വ്യക്തമാക്കി. പരിമിതികൾ അറിയിച്ച സ്കൂളുകളിൽ നേരിട്ട് സന്ദർശിക്കും. സമിതി ജൂലൈ 5-നകം റിപ്പോർട്ട് നൽകണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും. അധിക ബാച്ചുകൾ വേണോ എന്നതും സമിതി തീരുമാനിക്കും. ഏറ്റവും കുറവ് ഗവൺമെൻറ് വിദ്യാലയങ്ങളിൽ തിരുവങ്ങാടി താലൂക്കിലാണ്. പക്ഷേ ധാരാളം കുട്ടികൾ പുറത്ത് നിൽക്കുന്നതും ഇവിടെ തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടിയും എങ്ങനെ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഈ ഏരിയയിലുള്ള ഗവൺമെൻറ് ഹൈസ്കൂളുകളുണ്ടല്ലോ, ഹയർ സെക്കൻഡറി ഇല്ലാത്ത അവിടെയും കൂടി നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് പൂർണ്ണമായിട്ടും സ്കൂൾ വിസിറ്റ് തന്നെ ആയിരിക്കും. സാറും ഉണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് വിശകലനം നടത്തി ഒരു തീരുമാനത്തിലെത്തും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചതോടെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ഉറപ്പിക്കാനായിരിക്കും സമിതിയുടെ ഇടപെടൽ എന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, മലപ്പുറം.